ഞാൻ ലൈറ്റ് ആവില്ലല്ലോ അല്ലേ? ആരടാ നീ? അയ്യോ ബൈജു, ഇങ്ങനെ കല്യാണം മുടങ്ങിയ സന്തോഷത്തില്ലേ ഞാൻ ഡാൻസ് ചെയ്തില്ലായിരുന്നോ? അപ്പൊ പറ്റിയതാ കാലിന് പണി. അതിനുശേഷം കുറെ കാലം ആശുപത്രിയിലായിട്ട് കുറെ കാലത്തിന് ശേഷം ഇപ്പഴല്ലേ ഞാൻ അങ്ങോട്ട് മടങ്ങി വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുങ്ങി വന്നില്ലെങ്കിൽ അതിനൊരു ത്രില്ല് ഉണ്ടാവുക. എന്നാലും ബൈജു, നീ എല്ലാവരും പേടിപ്പിച്ചു കളഞ്ഞു. അളിയൻ തീരെ മേടിച്ചില്ല. അളിയനും കൂടെ അറിഞ്ഞിട്ടാ ഞാനിതൊക്കെ പ്ലാൻ ചെയ്ത്. ഇവനെ എന്നോട് ആരും ഒന്നും അറിയരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ നിങ്ങളടുത്ത് ഞാനൊന്നും പറയാതിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടും കിരണേട്ടൻ ഭയക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ ഗേറ്റിനടുത്ത് പോയി നിന്നേനെ. അല്ല, ഞാനിവിടെ കടുവനെ തീരെ പ്രതീക്ഷിച്ചില്ലേട്ടോ. ഒന്ന് ഭയന്നിട്ട് അച്ഛനെനിക്ക് കാവലിരിക്കായിരുന്നു. അല്ല, മോള് മരിക്കണമെന്ന് നോമ്പ് നോറ്റിരുന്ന ആണിപ്പോ മോള് മരിക്കാതിരിക്കാൻ കാവലിക്ക. എന്തായാലും അത് 11 മണിക്ക് അജ്ഞാതം വരുമെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും ടെൻഷൻ അടിച്ചിരിക്കുക. അവരാ വിളിക്കുന്നേ. അല്ല, ഇരിക്കല്ലേ, ഇപ്പൊ എടുക്കണ്ട. ഇമ്മക്ക് നേരിട്ട് അങ്ങോട്ട് പോവാ. കുറച്ച് സമയം കൂടെ ഓരോന്ന് ടെൻഷൻ അടിച്ചോട്ടെ. ഇന്നാണല്ലോ ഒരു ത്രില്ലുള്ളൂ. ത്രില്ലൊക്കെ ശരിയാ, പക്ഷെ അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാ രണ്ടാളും. അവരെ ഒരുപാട് ടെൻഷൻ അടുപ്പിക്കാത്തതാ നല്ലത്. അല്ല, കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ചാ പോരെ. ഞാൻ എത്ര വേഷം കെട്ടിപ്പോയില്ല. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടേ അമ്പലത്തിൽ പോയി മൂക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. ഇത്രയൊന്നും കളി തമാശ വേണ്ടായിരുന്നു. അപ്പോ ഭയം എന്ന് പറഞ്ഞ വികാരമൊക്കെ വൈൽഡ് ആനിമൽസിലും ഉണ്ടായി തുടങ്ങിയില്ലേ? ഇനിയിപ്പൊ അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട. നിർത്താം. കുറച്ചും കൂടി ഒന്ന് നോക്കട്ടെ. എന്നാ പോയില്ലടിയാ. ഇപ്പഴാ ശ്വാസവും നേരെ വീണ. എനിക്കിനി ഒരു ആപത്തും സംഭവിക്കില്ല അച്ഛാ. അത് അടുത്ത് നിൽക്കുന്ന ആളോട് മനസ്സ് വെക്കണ ആപത്തുണ്ടാവാതിരിക്കെ. അമ്മ, ബൈജു ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നിരിക്കുന്നെ. എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കണ്ടേ? ബൈജുവിന് ഇഷ്ടമുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ കൂടി സഹായിക്കാമേ. മക്കളെ, എന്നാ പിന്നെ ഞാനൊന്ന് പോക്കോട്ടെ, എനിക്ക് തിരക്കുണ്ട്. അതെന്തൊരു പോക്ക. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് അച്ഛൻ പോയാ മതി. അമ്മ നോക്കുന്നൊന്ന് അച്ഛൻ കാര്യാക്കണ്ട. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി കേട്ടോ.